Hi everyone, lecture in computer engineering in the operating system എന്ന സബ്ജക്റ്റിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫയൽ സിസ്റ്റംസും അതുപോലെ ഡിസ്കസ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസുമാണ്. സോ ആദ്യമായിട്ട് ഫയൽ സിസ്റ്റംസ് എന്നാണ് നോക്കാം. സോ കമ്മിങ് ടു വാട്ട് ഈസ് ഫയൽ സിസ്റ്റംസ്. File എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫോർമേഷൻസ് വിച്ച് ഈസ് റെക്കോർഡഡ് ഓൺ എ സെക്കൻഡറി ഡിവൈസ് ഒരു നോൺ വോളറ്റൈൽ സ്റ്റോറേജിൽ നമുക്ക് കീപ്പ് ചെയ്യുന്ന കുറേ റിലേറ്റഡ് ഇൻഫോർമേഷൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ file എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഇൻ മാഗ്നറ്റിക് ഡിസ്ക് ഓർ ഒപ്റ്റിക്കൽ ഡിസ്ക് ടേപ്സ് എക്സെട്ര. ആൻഡ് ഫയൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓർ ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ബീറ്റ്സ്, ബൈറ്റ്സ് ഓർ റെക്കോർഡ്സ്. And the meaning of that corresponding record or bit or byte will be defined by the creator or the user. And every file has a logical location where they are located for retrieval and storage. Then coming to the file structure. File structure file structure need to be predefined in a predefined format. So operating system മനസ്സിലാവുന്ന രീതിയിലുള്ള predefined format ഫയൽ ഉണ്ടായിരിക്കണം. So mainly file structures പറയുന്ന മൂന്ന് ടൈപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫയൽ ആണ്. ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, അതിനെയാണ് ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫയൽ അതിനകത്ത് ലൈൻസ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് കമ്മിങ് ടു ദ ഒബ്ജക്ട് ഫയൽ. ഒബ്ജക്ട് ഫയൽ എന്ന് പറയുമ്പോഴത്തേക്കും സീരീസ് ഓഫ് ബൈറ്റ്സ് ആയിട്ടായിരിക്കും ഫയലിൽ കണ്ടൻസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ സോഴ്സ് ഫയൽ. സോഴ്സ് ഫയൽ എന്ന് പറയുമ്പോൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഴ്സ് ഫയൽസ്, സി ഫയൽ, ജാവയുടെ ഫയൽ, ഓക്കെ. സോ അതിനകത്ത് ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സീരീസ് ഓഫ് ഫങ്ഷൻസും പ്രോസസ്സും ആയിരിക്കും സോഴ്സ് ഫയലിലുണ്ടാവുക. ആൻഡ് കമ്മിങ് ടു ദ ഫയൽ ആട്രിബ്യൂട്ട്സ്. ഫയൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും ഫയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫയലിനൊരു നെയിം ഉണ്ടാവും, അതുപോലെ തന്നെ ഫയലിനകത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഡേറ്റ ഓർ കണ്ടന്റ് ഉണ്ടാവും. ഇതുകൂടാതെ ഫയൽ മറ്റ് കുറേ ബെറ്റ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഡേറ്റയെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് ഫയലിനകത്തുണ്ടാവും. അത് നമുക്ക് ആ ഇൻഫോർമേഷൻസിനെ നമ്മൾ ഫയൽ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ലൈക്ക് ഫയൽ ക്രിയേഷൻ്റെ ഡേറ്റ്, ടൈം, കറന്റ് സൈസ് ഓഫ് ദ ഫയൽ, ലാസ്റ്റ് മോഡിഫൈഡ് ഡേറ്റ്, okay. All these informations are known as the attributes of the file system. And these are some other examples. File name, file unique identify ചെയ്യുന്ന identifier, then location, type, size of the file, protection event, then date, time ഒക്കെ മെൻഷൻ ചെയ്യുന്നതെല്ലാം ഫയൽ attributes and examples ആണ്. And coming to the operations. File operations എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്ന ഫയൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, അതിന് space find ചെയ്യണം, and we have to enter that particular entry to the directory. And next is the write operation. Write operation എന്ന് പറയുന്നത് നമ്മുടെ കറന്റ് ഫയൽ പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷൻ ഏതാണോ ആ ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനിലേക്കായിരിക്കും നമ്മൾ ഡേറ്റ റൈറ്റ് ചെയ്യുന്നത്. ആൻഡ് വി നീഡ് ടു അപ്ഡേറ്റ് ദ പോയിന്റർ. ആൻഡ് റീഡ് എന്ന് പറയുമ്പോഴത്തേക്കും കറന്റ് ഫയൽ പോയിന്റ് ചെയ്യുന്ന എവിടെയാണോ ആ പൊസിഷനിലേക്ക്, ആ പൊസിഷൻ തൊട്ട് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദാറ്റ് കേസ് ഓൾസോ വി നീഡ് ടു അപ്ഡേറ്റ് ദ പോയിന്റർ ഫോർ ഫർദർ പ്രൊസീഡിംഗ് that particular reading process. Then reposition within the file. Reposition within the file എന്ന് പറയുമ്പോഴത്തേക്കും that is seek operation. നമ്മുടെ ഫയൽ പോയിന്റർ നമ്മളൊരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെയാണ്, ഓക്കെ, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീപൊസിഷനിങ് അല്ലെങ്കിൽ സീക്ക് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ദ ഡിലീറ്റ് ഓപ്പറേഷൻ. ഡിലീറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫയലിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യാതെ സ്പേസ് ഫ്രീ അപ്പ് ചെയ്തിട്ട് എൻട്രീനെ നമ്മുടെ ഡയറക്ടറിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. സോ ദീസ് ആർ some general operations in the case of files. And coming to the different file types. File types എന്ന് പറയുമ്പോഴത്തേക്കും these are the different file types and corresponding extensions are given over here. So executable files ഉണ്ട്, അതിന് ഏതൊക്കെ രീതിയിലുള്ള എക്സ്റ്റൻഷൻസ് വരാമെന്നോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒബ്ജക്ട് ഫയൽസ് ഉണ്ട്, സോഴ്സ് കോഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫയൽസ് ഉണ്ട്, ബാച്ച് ഫയൽസ് ഉണ്ട്, ദെൻ ടെക്സ്റ്റ് ഫയൽസ് ഉണ്ട്, ലൈബ്രറി ഫയൽസ് ഉണ്ട്, ആർക്കൈവ് ഫയൽസ് ഉണ്ട്, എക്സെട്ര. അങ്ങനെ ഒത്തിരി ഫയൽസ് ഉണ്ട്, ഫയൽ ടൈപ്സ് ഉണ്ട്. അതിൻ്റെ ഓരോന്നിനും അതിൻ്റെതായിട്ട് എക്സ്റ്റൻഷൻസും ഉണ്ട്. That is mentioned over here. And coming to the next topic, that is file access methods. File access methods എന്ന് പറഞ്ഞാൽ ഫയൽസിനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫയൽ ആക്സസ് ഈസ് എ പ്രോസസ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ വേ ദാറ്റ് ദ ഫയൽസ് ആർ ആക്സസ്ഡ് ആൻഡ് read into memory. Okay, and there are mainly three different file access methods. One is the sequential access, and the second one is direct random access, and then next is the indexed sequential access. And coming to the first one, that is sequential access. Sequential access എന്ന് വെച്ചാൽ 1 by 1 ആയിട്ട് ആക്സസ് ചെയ്യാം. Okay, so here records are accessed in a certain predefined sequence. That is information stored in the file is also processed 1 by 1 ആയിട്ടായിരിക്കും നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. സോ യു ക്യാൻ സീ ഓവർ ഹിയർ, ഈ ഒരു കറന്റ് പൊസിഷനിൽ നിന്ന് നമുക്ക് റീഡും റൈറ്റും ചെയ്യാൻ വേണ്ടി ഈ പൊസിഷനിൽ നിന്നായിരിക്കും പോയിന്റർ, ഇതാണ് ഇപ്പോൾ കറന്റ് പോയിന്റർ പോയിന്റ് ചെയ്ത ലൊക്കേഷൻ, അവിടെ നിന്നായിരിക്കും റീഡ് ചെയ്യോ റൈറ്റ് ചെയ്യോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇഫ് യു നീഡ് ടു റീഡ് ഫ്രം ദ ബിഗിനിങ് യു ക്യാൻ ഗോ ഫോർ എ റീവൈൻഡ് ഓപ്പറേഷൻ. റീവൈൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫയൽ പോയിന്റർ ബിഗിനിങ്ങിലേക്ക് പോയിന്റ് ചെയ്യുന്നു, അവിടെ നിന്ന് റീഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദിസ് ഈസ്
general method the most compilers using, that is the sequential access method. Next comes the random access. Random access എന്ന് പറയുമ്പോഴത്തേക്കും random ആയിട്ട് നമുക്ക് റെക്കോർഡിന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് അലോ ആക്സസിങ് ദ റെക്കോർഡ് ഡയറക്ട്ലി ആൻഡ് ആ ഒരു ആക്സസിങ് പോസിബിൾ ആകുമ്പോൾ ഇത് ഹെൽപ്പ് ഓഫ് അഡ്രസ്. ഓക്കെ, സോ ഈച്ച് റെക്കോർഡ് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്രസ് ഓൺ വിച്ച് ക്യാൻ ബി ഡയറക്ട്ലി ആക്സസ്ഡ് ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. Next comes the index sequential access. Index sequential access എന്ന് പറയുമ്പോഴത്തേക്കും ഒരു index file ഉണ്ടാവും. So here an index is built on every file with a direct pointer to different memory blocks. Memory blocks വെച്ചിട്ടായിരിക്കും ഫയലിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. So in this method the index is searched sequentially. നമ്മുടെ index file search ചെയ്യുന്നത് sequentially ആയിരിക്കും and whenever a match is found ആ particular corresponding indexന് corresponding ആയിട്ട് നമ്മുടെ file pointer വെച്ചിട്ട് ഫയലിനെ locate ചെയ്യുന്നുണ്ടാവും and this pointer can access the file directly. And multiple levels of indexing can be used, okay, and that will offer greater efficiency in access, and it also reduces the time needed to access a single record. Faster ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. Okay, so as you can see over here in this diagram, this is the representation of index as sequential access. So ഇവിടെ index file ഉണ്ടെന്ന് പറഞ്ഞു. Index file എന്ന് പറയുമ്പോൾ sequentially ആണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. Sequentially ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു ലൊക്കേഷൻ ഇൻഡെക്സ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡെക്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റർ വെച്ചിട്ട് ആയിരിക്കും അതിന്റെ ലൊക്കേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ലൊക്കേഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് ഫയൽ വിൽ ബി ലൊക്കേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി പോയിന്റർ ഇൻ ദ ഇൻഡെക്സ് ഫയൽ. ഓക്കെ, സോ ദിസ് ഈസ് ഇൻഡെക്സ് സീക്വൻഷ്യൽ ആക്സസ്. ആൻഡ് കമ്മിങ് ടു ദ ഡയറക്ടറി സ്ട്രക്ചേഴ്സ്. ഡയറക്ടറി സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്ടറി പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഫയൽസിനെ ലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സബ് ഡയറക്ടറീസിന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡയറക്ടറി സ്ട്രക്ചർ. പല ടൈപ്പിലുള്ള ഡയറക്ടറി സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ അതിന്റെ ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. സോ ഡയറക്ടറി സിമിലർ ടു എ സിമ്പിൾ ടേബിൾ ആൻഡ് ട്രാൻസ്ലേറ്റിംഗ് ഫയൽ നെയിംസ് ടു ദെയർ ഡയറക്ടറി എൻട്രീസ് ആൻഡ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഈസ് ദ എഫിഷ്യൻസി. സോ ഡയറക്ടറി സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഡയറക്ടറി സ്ട്രക്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫയൽസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ക്വിക്കറായിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ നെയിമിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് കൺവീനിയൻറ്റ് ടു യൂസേഴ്സ്. നമ്മുടെ യൂസറിന് വിഷൻ അനുസരിച്ച് നമുക്ക് ഫയൽസിന് നെയിം കൊടുക്കാനുള്ള പ്രൊവിഷൻ കിട്ടുന്നു. അതായത് രണ്ട് യൂസേഴ്സിന് സെയിം ഡിഫറെൻറ്റ് ഫയൽസിന് സെയിം നെയിം തന്നെ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ സെയിം ഫയലിന് ഡിഫറെൻറ്റ് നെയിംസ് പ്രൊവൈഡ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ഫെസിലിറ്റീസ്. അതാണ് നെയിമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പിംഗ് ഇൻ ദ സെൻസ് സെയിം ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരുന്ന അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള രീതിയിലുള്ള ഫയൽസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഡയറക്ടറി സ്ട്രക്ചേഴ്സ് കേപ്പബിലിറ്റി. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറക്ടറി സ്ട്രക്ചേഴ്സ് ലൈക്ക് സിംഗിൾ ലെവൽ ഡയറക്ടറി. സിംഗിൾ ലെവൽ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ലെവലേ ഉള്ളൂ. സോ എത്ര യൂസേഴ്സ് ഉണ്ടോ എല്ലാ യൂസേഴ്സും ഈ സെയിം സിംഗിൾ ലെവൽ ഈ ഒരു ലെവൽ തന്നെയാണ് ആക്സസ് ചെയ്യുന്നത്. സോ മൾട്ടിപ്പിൾ യൂസേഴ്സും ഈ സെയിം ലെവൽ തന്നെ ആക്സസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നെയിമിംഗ് പ്രോബ്ലം അതുപോലെ തന്നെ ഗ്രൂപ്പിംഗ് പ്രോബ്ലം ഒക്കെ വരും. സെയിം നെയിമിൽ തന്നെ നമുക്ക് ഫയൽസ് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ ഗ്രൂപ്പ് ചെയ്യാനും ഇവിടെ പോസിബിൾ അല്ല. ഓക്കെ, ഒരു സിംഗിൾ ഡയറക്ടറി അല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല. ഇനി അതുപോലെ ടു ലെവൽ ഡയറക്ടറി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മാസ്റ്റർ ഫയൽ ഡയറക്ടറി ഉണ്ട്, അതുപോലെ തന്നെ യൂസർ ഫയൽ ഡയറക്ടറി നമുക്ക് ഇവിടെ ഉണ്ടാവും. സോ മാസ്റ്റർ ഫയൽ എന്ന് പറയുന്നത് ഓരോ യൂസേഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 യൂസേഴ്സ് ഓരോ യൂസറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ യൂസർ ഫയൽ ഡയറക്ടറി. ഓക്കെ, സോ ഇതിന് ഓരോ ഫയൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ആ പാത്തിനെയും വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സെയിം ഫയലിനെയും തന്നെ നമുക്ക് പല യൂസേഴ്സിനും സെയിം ഫയലിനെയും തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ലൈക്ക് എ യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, എവിടെയും വരുന്നുണ്ട്. ഓക്കെ, ലൈക്ക് ദാറ്റ്. ദെൻ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് സെർച്ചിങ് പോസിബിൾ ആകുന്നു, കാരണം ഇവിടെ 2 ലെവൽ വരുന്നുണ്ട്. ഓക്കെ, കമ്പയർഡ് വിത്ത് സിംഗിൾ ലെവൽ. ആൻഡ് ഹിയർ ഓൾസോ നോ ഗ്രൂപ്പിംഗ് കേപ്പബിലിറ്റി. ഗ്രൂപ്പിംഗ് കേപ്പബിലിറ്റി ഇവിടെ ഇല്ല, കാരണം നമുക്ക് ഒരു 2 ലെവലേ വരുന്നുള്ളൂ. മാസ്റ്റർ ഫയൽ ഡയറക്ടറി കഴിഞ്ഞ് പിന്നെ യൂസർ ഫയൽ ഡയറക്ടറിയുടെ ഒരു ലെവലേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഗ്രൂപ്പിംഗ് കേപ്പബിലിറ്റി ഇവിടെ പറ്റത്തില്ല. നമുക്ക് സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ് ചെയ്യാൻ ഇവിടെ പോസിബിൾ അല്ല. ഒന്നുകൂടി ഒരു ലെവൽ കൂടെ ഒക്കെ വരുവാണെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് പോസിബിൾ. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് എ ട്രീ സ്ട്രക്ചേർഡ് ഡയറക്ടറി. ട്രീ സ്ട്രക്ചേർഡിൽ വരുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ലെവൽസ് വരുന്നുണ്ട്. ഹൈറാർക്കി മാനറിൽ 2 ലെവലല്ല, 2 കൂടുതൽ ലെവൽസ് പോസിബിൾ ആണ്. സോ ഇവിടെ നമുക്ക് ആ ഒരു ഗ്രൂപ്പിംഗ് കേപ്പബിലിറ്റി പോസിബിൾ ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പാത്ത് മെൻഷൻ ചെയ്യുമ്പോഴത്തേക്കും 2 രീതിയിലുള്ള പാത്ത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഒന്ന് ആബ്സല്യൂട്ട് പാത്ത് എന്ന് പറയും, രണ്ടാമത്തത് റിലേറ്റീവ് പാത്ത് എന്ന് പറയും. ഓക്കെ, സോ ആബ്സല്യൂട്ട് പാത്ത് എന്ന് പറയുമ്പോൾ റൂട്ട് വെച്ച് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഈ ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഈ ഫയറിനെയാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടെങ്കിൽ റൂട്ട് തുടങ്ങി നമുക്ക് അതിൻ്റെ ഒരു പാത്ത് നമുക്ക് പറയുന്നതാണ് ആബ്സല്യൂട്ട് പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. റിലേറ്റീവ് പാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും കറണ്ട് വർക്കിംഗ് ഡയറക്ടറി ഏതാണ്, വർക്കിംഗ് ഡയറക്ടറി ഏതാണ്, ആ വർക്കിംഗ് ഡയറക്ടറി തൊട്ട്. ഓക്കെ, സോ ഇതാണ് കറണ്ട് വർക്കിംഗ് ഡയറക്ടറി എങ്കിൽ ഇവിടെ തൊട്ട് ഉള്ള പാത്തായിരിക്കും ഈ ഫയലിലേക്ക് എത്താനുള്ള പാത്തായിരിക്കും റിലേറ്റീവ് പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് സെർച്ചിങ് പോസിബിൾ ആവുന്നതാണ് ട്രീ സ്ട്രക്ചർ ഡയറക്ടറി. ഇവിടെ നമുക്ക് ഒരു ഡയറക്ടറിക്കകത്ത് വീണ്ടും സബ് ഡയറക്ടറീസും ഫയൽസും നമുക്ക് വെച്ച് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അസൈക്ലിക് ഗ്രാഫ് ഡയറക്ടറി ആണ് അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇതിനകത്ത് സൈക്കിൾസ് ഉണ്ടാകത്തില്ല. അസൈക്ലിക് ഗ്രാഫ് ഡയറക്ടറി അലൗസ്
ഫസ്റ്റ് ടു ഷെയർ സബ് ഡയറക്ടറീസ് ആൻഡ് ഫയൽസ്. സബ് ഡയറക്ടറീസും ഫയൽസും നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഷെയർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അസൈക്ലിക് ഗ്രാഫ് ഡയറക്ടറി ആസ് യു ക്യാൻ സി ഓവർ ഹിയർ. ഓക്കെ, ഇങ്ങനെ ഷെയർ ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് വരും. ലൈക്ക് ഇപ്പോൾ ജോയിൻ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് 2 യൂസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 2 പേർക്കും ആ പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയൽസ് 2 പേർക്കും കോമൺ ആയിട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ഡയറക്ടറി സ്ട്രക്ചർ വിൽ ഹെൽപ്ഫുൾ ഫോർ ദാറ്റ് പർപ്പസ്. And next comes the general graph directory. General graph directory എന്ന് പറയുമ്പോൾ ഇവിടെ cycles വരാം. Okay, cycles are allowed within this directory structures. Okay, and here cycles are allowed within this directory system, and where multiple directories can be derived from more than one parent directory. ഒരു more than one parent directory എന്ന് ഒരു particular directory അല്ലെങ്കിൽ multiple directories നമുക്ക് derive ചെയ്യാൻ പറ്റും. That is the concept over here, and here cycles can occur if when compared with the earlier one. And coming to the file allocation methods. File allocation methods main ആയിട്ട് 3 ടൈപ്പ് ആണുള്ളത്. ഒന്ന് കണ്ടിന്യൂസ് അലോക്കേഷൻ, then linked allocation and indexed allocation. Continuous allocation എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് അഡ്രസ് സ്പേസിലായിരിക്കും. Okay, files, every file uses a continuous address space on memory, and here operating system assigns a disk address in linear orderലായതുകൊണ്ട് in between നമ്മുടെ ഉള്ള സ്പേസിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്പേസ് വരുവാണെങ്കിൽ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ പ്രോബ്ലം വിൽ occur. Okay, so continuous allocation മെത്തേഡിനകത്ത് external fragmentation will occur. That may be an issue. So already we have discussed in the external fragmentation problem in the previous videos. You can go through that. Then linked allocation. Linked allocation എന്ന് പറയുമ്പോഴത്തേക്കും ലിസ്റ്റ് ഓഫ് ലിങ്ക്സ് വെച്ചിട്ട് നമ്മൾ ഒരു ഫയലിന്റെ കണ്ടന്റ് നമ്മൾ പല ലൊക്കേഷൻസിലായിട്ട് നമുക്ക് കൊടുക്കാം. അതിന്റെ ലിങ്ക് ചെയ്ത് നമ്മൾ ആ ലൊക്കേഷൻസ് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ ഡിഫറെന്റ് സൈസിലുള്ള പല ബ്ലോക്കുകൾ, മെമ്മറി ബ്ലോക്സ് നമുക്കുണ്ടെങ്കിൽ ആ പല മെമ്മറി ബ്ലോക്സിൽ നമ്മുടെ പർട്ടിക്കുലർ ഫയൽ നമുക്ക് ഫയലിന്റെ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് കൊടുത്തിട്ട് ഇതിനെ ലിങ്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ലിങ്ക്ഡ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോൺ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം ഇവിടെ വരത്തില്ല. Okay, so no external fragmentation over here, and the directory contains a link or a pointer in the first block of a file, and this allocation is mainly used for sequential access files. Okay, and coming to the indexed allocation. Indexed allocation എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇൻഡെക്സ് sequential method നമ്മൾ ആക്സസ് നമ്മൾ കണ്ടു. So similar to that, ഒരു index block ഉണ്ടാവും. Okay, directory comprises the address of index block of the specific files. The index block is created having all the pointers for specific files. All files should have individual index blocks to store the address for disk space. So ഓരോ ഫയൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ഒരു ഇൻഡെക്സ് ബ്ലോക്ക് ഉണ്ടാവും. ആ ഇൻഡെക്സ് ബ്ലോക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഫയൽസിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, so indexed allocation comes under that. And coming to the disk scheduling. Disk scheduling എന്ന് പറയുമ്പോഴത്തേക്കും disk scheduling is done by the operating system to schedule input output request. So input output request വരുന്നതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് disk scheduling, അതായത് ഡിസ്കിനകത്ത് വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റിനെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് disk scheduling യൂസ് ചെയ്യുന്നത്. So disk scheduling, so it is also known as input output scheduling എന്നും പറയും. ഓക്കെ, IO scheduling എന്ന് പറയും. ആൻഡ് മെയിൻ ആയിട്ട് disk scheduleന്റെ പർപ്പസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് വരുമ്പോഴത്തേക്കും, so multiple input output request may arrive by different processes, and only one input output request can be served at a time. ഒന്നേ നമുക്ക് ഒറ്റ ടൈമിൽ സെർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് അതർ ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് നീഡ് ടു വെയിറ്റ്, അതൊരു ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ നീഡ് ടു ബി ഷെഡ്യൂൾഡ്. സോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നതുകൊണ്ടാണ് ഡിസ്ക് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ these are the different important terms comes under disk scheduling. First is the seek time. Seek time എന്ന് പറയുമ്പോഴത്തേക്കും seek time is the time taken to locate a disk arm to a specific track. ഒരു സ്പെസിഫിക് ട്രാക്കിലേക്ക്, നമ്മുടെ ഡിസ്കിൻ്റെ സ്പെസിഫിക് ട്രാക്കിലേക്ക് നമുക്കൊരു ഡിസ്ക് ആമിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് സീക്ക് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും മിനിമം ആയിരിക്കണം നമുക്ക് ബെസ്റ്റ് ഷെഡ്യൂളിംഗ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, എവിടെയാണ് നമുക്ക് ഡേറ്റ റീഡ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടത് അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏറ്റവും മിനിമം ടൈമിനുള്ളിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് റൊട്ടേഷണൽ ലേറ്റൻസി എന്ന് പറയുന്നത്, റൊട്ടേഷണൽ ലേറ്റൻസി ഇസ് ദ ടൈം ടേക്കൺ ബൈ ദ ഡിസൈഡ് സെക്ടർ ഓഫ് ഡിസ്ക് ടു റൊട്ടേറ്റ് into a position so that it can access the read or write heads. Read or write head ആക്സസ് ചെയ്യാൻ പാകത്തിന് റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ വരുന്ന ആ ഡിസൈഡ് സെക്ടറിൽ വരുന്ന എടുക്കുന്ന ടൈമാണ് റൊട്ടേഷൻ ലേറ്റൻസി എന്ന് പറയുന്നത്. അതും ഏറ്റവും മിനിമം ആയിരിക്കണം. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ ട്രാൻസ്ഫർ ടൈം. ട്രാൻസ്ഫർ ടൈം ഈസ് ദ ടൈം ടു ട്രാൻസ്ഫർ ദ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ആൻഡ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ റൊട്ടേറ്റിംഗ് സ്പീഡ് ഓഫ് ദ ഡിസ്കിൻ്റെ റൊട്ടേറ്റിംഗ് സ്പീഡും അതുപോലെ എത്ര എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ട്രാൻസ്ഫർ ടൈം വരുന്നത്. ഓക്കെ, ആൻഡ് ഡിസ്ക് ആക്സസ് ടൈം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സം ആയിരിക്കും. നമുക്ക് ഡിസ്ക് ആക്സസ് ടൈം എന്ന് പറയുന്നത് ലൈക്ക് സീക്ക് ടൈം എടുക്കുന്ന സീക്ക് ടൈം, അതുപോലെ റൊട്ടേഷൻ ലേറ്റൻസി, ട്രാൻസ്ഫർ ടൈം
the sum of these three constitute what? Disk access time എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്കിന് ടോട്ടൽ എടുക്കുന്ന ആക്സസ് ടൈം ഉദ്ദേശിക്കുന്ന 3 ആയിരിക്കും. Then next comes the disk response time. Disk response time എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കൂടെ ഡിസ്ക് ആക്സസ് ടൈമിന്റെ കൂടെ അതിന്റെ ഇതിനകത്ത് വരുന്ന ഡിലേസും ഓക്കെ ക്യൂയിങ്ങിന് വേണ്ടി എടുക്കുന്ന ടൈമും അതെല്ലാം കൂടെ വരുന്നതാണ് ഡിസ്ക് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. റെസ്പോൺസ് ടൈം ഈസ് ദ ആവറേജ് ഓഫ് ടൈം സ്പെൻഡ് ബൈ എ റിക്വസ്റ്റ് വെയിറ്റിംഗ് ടു പെർഫോം ഇറ്റ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. Okay, so that is the disk response time. And coming to the different disk scheduling algorithm, first one is FCFS. FCFS stands for first come first serve. So first come first serve എന്ന് പറയുന്നത് ഇതിന്റെ കേസിൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു ക്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് 0 തൊട്ട് 1999 വരെയാണ് നമ്മുടെ ട്രാക്ക് ഡിസ്കിന്റെ മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് വരുന്ന റിക്വസ്റ്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വന്നിരിക്കുന്ന റിക്വസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂ അപ്പ് ചെയ്തിരിക്കുന്ന റിക്വസ്റ്റുകൾ. ആൻഡ് നമ്മുടെ ഹെഡിന്റെ പൊസിഷൻ റീഡ് റൈറ്റ് അതിന്റെ കറന്റ് പൊസിഷൻ എന്ന് പറയുന്നത് 53 ആണ്. ഓക്കെ, വെബ് സീരീസ് ആണെങ്കിൽ ഈ വന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിലാണ് സർവീസ് ചെയ്യുന്നത്. സോ 53ൽ നിന്ന് ആദ്യം സർവീസ് ചെയ്യുന്നത് 98 ആയിരിക്കും, ദെൻ 183 ആയിരിക്കും. ഓക്കെ, ദെൻ 37, ദെൻ 122, then 40, then 124, then 65 and 67. Okay, ഇങ്ങനെയായിരിക്കും സർവീസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ നമ്പർ ഓഫ് ഹെഡ് മൂവ്മെന്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ലൈക്ക് 53യും 98 തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഡിഫറൻസ്, ദെൻ ഈ ഡിഫറൻസ്. ഓക്കെ, ഈ ഡിഫറൻസ്, ഈ എല്ലാ ഡിഫറൻസും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതിന്റെ സം എടുക്കുന്നതായിരിക്കും. സം ഓഫ് these differences will give us the total number of head movements required. Okay, സോ നമ്മുടെ റീഡ് റൈറ്റ് ആമിന്റെ മൂവ്മെന്റ് എത്ര മൂവ്മെന്റ് വേണ്ടി വരും എന്നുള്ളത് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ഇൻ ദിസ് കേസ് ദ ടോട്ടൽ ഹെഡ് മൂവ്മെന്റ് ഈസ് 640 സിലിണ്ടേഴ്സ് ആയിരിക്കും മൂവ്മെന്റ്സ് നമുക്ക് വേണ്ടി വരിക. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് FCFS. ആൻഡ് കമ്മിങ് ടു ദ SSTF എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ്, ഏറ്റവും ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഉള്ളതായിരിക്കും. കറന്റ് നമ്മുടെ ഹെഡ് എവിടെയാണോ ആ പൊസിഷനിൽ നിന്ന് ഏറ്റവും കുറവ് സീക്ക് ടൈം എടുക്കുന്നത് ഏതാണോ അതായിരിക്കും നമ്മൾ ആദ്യമേ സർവീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് shortest seek time first scheduling. So shortest seek time first selects the request with a minimum seek time for the current head position. Okay, so SSTF scheduling is a form of STF scheduling and may cause starvation at some request. And coming to the example, ഇവിടെ 53ലാണ് നമ്മുടെ ഹെഡ് ഇരിക്കുന്നത്. അതിൽ നിന്ന് ഏറ്റവും കുറവ് ഹെഡ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സീക്ക് ടൈം എടുക്കുന്നതെന്ന് വെച്ചാൽ 65 ആണ്. സോ 65നെ ആദ്യം സർവീസ് ചെയ്തു. ദെൻ 67, അവിടെ 65ൽ നോക്കുമ്പോൾ 67 ആണ്. പിന്നെ 67ൽ നോക്കുമ്പോൾ 37 ആണ് ഏറ്റവും കുറവ് വരുന്നത്. ദെൻ 14, ദെൻ 98, then 112, 122, 124 like that. Okay, അങ്ങനെ ലാസ്റ്റ് 183 വരെ സർവീസ് ചെയ്യും. ഇതിന്റെ ടോട്ടൽ ഹെഡ് മൂവ്മെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡിഫറൻസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് സം അപ്പ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ഹെഡ് മൂവ്മെന്റ്സ്. ഹിയർ ദ ടോട്ടൽ ഹെഡ് മൂവ്മെന്റ്സ് ഈസ് മച്ച് റെഡ്യൂസ്ഡ്, സിക്ക് ടൈം കുറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 236 കമ്പയർഡ് വിത്ത് FCFSനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറവാണ്. ഓക്കെ, സോ 236 സിലിണ്ടേഴ്സേ വരുന്നുള്ളൂ. ആൻഡ് കമ്മിങ് ടു ദ സ്കാൻ എന്ന് പറയുന്നത്, സ്കാൻ ആണ് അടുത്ത ടൈപ്പ് ഓഫ് ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. ഇവിടെ നമ്മൾ ഡിസ്ക് ആം മൂവ് ചെയ്യുന്നത് ഒരു വൺ എൻഡ് ഓഫ് ദ ഡിസ്കിലേക്ക് മൂവ് ചെയ്തിട്ട്. ഓക്കെ, ഡിസ്ക് ആം സ്റ്റാർട്ട്സ് അറ്റ് വൺ എൻഡ് ഓഫ് ദ ഡിസ്ക് ആൻഡ് മൂവ്സ് ടുവേർഡ്സ് അതർ എൻഡ്. ഓക്കെ, സർവീസിംഗ് റിക്വസ്റ്റ് until it gets to the other end of the disk where the head movement is reversed and servicing continuous. അപ്പോൾ ഒരു പോയിന്റിൽ നമ്മുടെ ഹെഡിന്റെ പോയിന്റ് ചെയ്യുന്ന ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്ന് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഡിസ്കിന്റെ ഒരു സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനിലുള്ള റിക്വസ്റ്റുകളെല്ലാം സർവീസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് അടുത്ത ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് അവിടെയുള്ള റിക്വസ്റ്റുകളെ സർവീസ് ചെയ്ത് പ്രോസസ് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സോ ദ സ്കാൻ അൽഗോരിതം ക്യാൻ ഓൾസോ ബി ടേംഡ് ആസ് എലിവേറ്റർ അൽഗോരിതം ഡ്യൂ ടു ദിസ് ഫീച്ചർ. ഓക്കെ, സോ കമ്മിങ് ടു ദ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് സ്കാൻ അൽഗോരിതത്തിന്റെ കേസിൽ 53 ആണ് നമ്മളുടെ കറന്റ് ഹെഡ് പൊസിഷൻ. സോ അവിടെ നിന്ന് നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക്, ഇപ്പോൾ ലൈക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്ക്, ഡിസ്കിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ആദ്യം പോകുന്നത്, ലെഫ്റ്റ് എൻഡിലേക്ക് പോകുന്നു. സോ 37, 14 പ്രോസസ് ചെയ്തു, എൻഡ് വരെ എത്തുന്നു. ഓക്കെ, സോ സ്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ എൻഡ് വരെ വരും. 0 തൊട്ട് 199 വരെയാണ് നമ്മുടെ ഡിസ്ക് വരുന്നത്. എൻ്റെ സ്കാൻ ചെയ്യേണ്ട സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ ഡിസ്ക് പറഞ്ഞിരിക്കുന്നത്. സോ 0 വരെ പോകുന്നു, ദെൻ എൻഡിലേക്ക് വീണ്ടും പോകുന്നു. ഏറ്റവും ലാസ്റ്റത്തെ നെക്സ്റ്റ് റിവേഴ്സ് ചെയ്ത് നെക്സ്റ്റ് എൻഡ് ഡയറക്ഷനിലേക്ക്, ഡിസ്കിന്റെ എൻഡിലേക്ക് വീണ്ടും പോകുന്നു. ആ പോകുന്ന വഴിക്ക് വരുന്ന സർവീസുകളെ പ്രോസസ് ചെയ്യുന്നു. ഓക്കെ, സോ ലൈക്ക് ദിസ് ഓരോന്നിവിടെ പ്രോസസ് ചെയ്യുന്നു. 65, 67, 98, 122, 124, 183 വരെയാണുള്ളത്. സോ 183 വരെ പ്രോസസ് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് ഇവിടെ വരുന്ന ടോട്ടൽ ഹെഡ് മൂവ്മെന്റ്സ് ഇതിന്റെ ഡിഫറൻസ് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ഡിഫറൻസ് ദെൻ
ഈ ഒരു ഡിഫറൻസും വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. സോ ഹിയർ ദ ടോട്ടൽ ഹെഡ് മൂവ്മെന്റ് വിൽ ബി 208 സിലിണ്ടേഴ്സ്. 208 ആയിരിക്കും ടോട്ടൽ ഹെഡ് മൂവ്മെന്റ്സ് വരുന്നത്. And coming to the next C scan എന്ന് പറയുമ്പോഴത്തേക്കും here the head moves from one end of the disk to the other, servicing request as it goes. When it reaches to the other end, however, it immediately returns to the beginning of the disk without servicing any request on the return trip. അപ്പോൾ ഇവിടെ C scan എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 53-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 53-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ പോകും. ആ ഡയറക്ഷനിൽ, അതായത് ഇപ്പം എൻഡ് ഓഫ് ദ ഡിസ്കിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് വന്ന റിക്വസ്റ്റുകളെ നമ്മൾ സർവീസ് ചെയ്യുന്നു. ആൻഡ് അറ്റ് എൻഡ് ഓഫ് ദ ഡിസ്കിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും, സ്റ്റാർട്ടിംഗ് ഓഫ് ദ ഡിസ്കിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഓൺ ദ വേയിൽ നമ്മൾ ഒരു റിക്വസ്റ്റ് സർവീസ് ചെയ്യത്തില്ല. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഓഫ് ദ ഡിസ്ക് വരെ പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുന്ന ആ ഒരു ഡയറക്ഷൻ ടൈമിലാണ് നമ്മളിവിടെ സർവീസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതാണ് സ്കാനും സി സ്കാനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ഓൾസോ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഹെഡ് മൂവ്മെന്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ് മൂവ്മെന്റ്സ്. ആൻഡ് കമ്മിങ് ടു ദ സി ലുക്കും ഉണ്ട്. സോ ഇറ്റ് ഈസ് സിമിലർ ടു സ്കാൻ ആൻഡ് സി സ്കാൻ. ഓക്കെ, സ്കാന് പോലെ തന്നെ സിമിലർ ആണ് ലുക്ക്, ആൻഡ് സി സ്കാൻ പോലെ സിമിലർ ആണ് സി ലുക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ദ ഡിഫറൻസ് ഈസ്, ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്കാൻ്റെ കേസിൽ നമ്മൾ എൻഡ് വരെ പോകുമായിരുന്നു. ഓക്കെ, 0 end of the start of the disk-ഉം end of the disk വരെ. ഓക്കെ, സോ ഇവിടെ സ്റ്റാർട്ടും എൻഡും പോകത്തില്ല. റിക്വസ്റ്റ് ഇല്ല, ഏതാണ് ലാസ്റ്റ് റിക്വസ്റ്റ് നമുക്ക് സർവീസ് ചെയ്യേണ്ടത് അതുവരെയാണ് പോകത്തുള്ളൂ. ഓക്കെ, സോ ഇത് സി ലുക്കിൻ്റെ എക്സാമ്പിൾ ആണ്. സി ലുക്കിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും, നേരത്തെ നമ്മൾ ഈ 199 വരെ പോകുമായിരുന്നു. ഓക്കെ, സോ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് റിക്വസ്റ്റ് ഏതാണ് സർവീസ് ചെയ്യുന്നത്? 183 ആണ്. സോ 183 വരെ പോയിട്ടായിരിക്കും പിന്നെ റിട്ടേൺ ആ ഡിസ്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുന്നു. സ്റ്റാർട്ടിങ് വരെ പോകത്തില്ല. സ്റ്റാർട്ടിങ്ങിലുള്ള ആദ്യത്തെ റിക്വസ്റ്റ് ഏതാണോ ആ റിക്വസ്റ്റ് വരെയാണ് പോകുന്നത്. സോ 14 ആണ്. സോ 14 വരെ പോകുന്നു. ആൻഡ് ദെൻ 37 വിൽ ബി 37 കൂടെ നമുക്ക് റിക്വസ്റ്റ് സർവീസ് ചെയ്യാനുണ്ട്. സോ 37 വരെ പോകുന്നു. ഓക്കെ, സോ തിരിച്ച് ഈ ഒരു ഡയറക്ഷനിൽ 37 വരെ വരുന്നു. സോ ഇത് ഈ ഒരു രീതിയിലായിരിക്കും സി ലുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സി ലുക്കിൻ്റെ ഡിസ്ക് ഷെഡ്യൂളിംഗ് perform ചെയ്യുന്ന ഈ ഒരു രീതിയിലായിരിക്കും. സോ these are the different disk scheduling algorithms, and we will see some module questions. First question is, given the following disk queue, ഒരു series of requests തന്നിട്ടുണ്ട്, ആൻഡ് റീഡ് റൈറ്റ് ഹെഡ് ഇപ്പം ഇനീഷ്യലി 50-ലാണ്, ട്രാക്ക് 50-ലാണ്, ആൻഡ് എൻഡിങ് വരെ പറഞ്ഞിരിക്കുന്നത് 199 ആണ്. ഓക്കെ, എൻഡ് ഓഫ് ദ ട്രാക്ക്. ആൻഡ് സി ലുക്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ് മൂവ്മെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ് മൂവ്മെന്റ്. ലൈക്ക് ഇപ്പം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന റിക്വസ്റ്റുകളെ ഞാനൊന്ന് ഓർഡർ ചെയ്യുവാണ്. സോ ഫസ്റ്റ് റിക്വസ്റ്റ് വന്നിരിക്കുന്നത് 11 ആണ്. ഓക്കെ, ഏറ്റവും സ്മോളസ്റ്റ് വൺ എന്ന് പറയുന്നത്. ദെൻ 34 ഉണ്ട്. ദെൻ വി ഹാവ് നമ്മുടെ ഡിസ്കിൻ്റെ ഹെഡ് 50-ലാണ്. സോ 50 ഉണ്ട്. ദെൻ വി ഹാവ് 62, 64, ദെൻ 95. Okay, then we have 119, then we have 123, and finally we have 180. ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന റിക്വസ്റ്റ്. ഇതിനകത്ത് 50-ലാണ് ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ ഇരിക്കുന്നത്. സോ നമ്മൾ ഒരു ഡയറക്ഷൻ ഇപ്പോൾ ലൈക്ക് ആദ്യം 34-ന് സർവീസ് ചെയ്യുന്നു, ദെൻ 11-ന് സർവീസ് ചെയ്യുന്നു. 0-ലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല, സി ലുക്കാണ്. ഓക്കെ, ദെൻ നേരെ നമ്മൾ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ലാസ്റ്റിലുള്ള റിക്വസ്റ്റ് ഏതാണോ അതിലേക്ക് പോകുന്നു. എൻഡ് ഓഫ് ഡിസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ലാസ്റ്റ് സർവീസ് ചെയ്യേണ്ട റിക്വസ്റ്റ് 180 ആണ്. സോ 180-ലേക്ക് പോകുന്നു. അവിടെ നിന്ന് നമ്മൾ റിട്ടേൺ ഓരോന്നും സർവീസ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓരോന്നും സർവീസ് ചെയ്ത് നമ്മൾ 62 വരെയുള്ള സർവീസ് ചെയ്യുന്നു. ഓക്കെ, ഓരോന്നും സർവീസ് ചെയ്ത് വരുന്നു. ഓക്കെ, സോ ഇവിടെ വരുന്ന ടോട്ടൽ ഹെഡ് മൂവ്മെന്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിഫറൻസ്, ഇതിൻ്റെ സം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഈ വാല്യൂ, ഓക്കെ, 50 - 11, that is nearly 39. Okay, and the difference here, that is 180 minus 62, that is nearly 118. So ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന 157 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ A is the correct answer. Then coming to the next question, that is NTFS stands for New Technology File System. Option C is the correct answer. And next is thrashing occurs when. Thrashing എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ടോപ്പിക്കാണ്. ഓക്കെ, ഡിമാൻഡ് പേജിങ്ങിനകത്ത്. സോ thrashing occurs and സ്വാപ്പ് കൂടുതൽ മെമ്മറി ടു ഡിസ്ക് സ്വാപ്പിംഗ് കൂടുതലാകുമ്പോഴാണ് അതിന് വേണ്ടി കൂടുതൽ ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോഴും thrashing occur ചെയ്യുന്നത്. സോ the answer is too much of time is spent in waiting to swap between memory and disk. Option A is the correct answer. And coming to the next question, that is the problem of internal fragmentation can be lessened in systems employed
employing a fixed partition memory management scheme by using so fixed partition memory management scheme ഇത് നമുക്ക് എങ്ങനെ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ കുറയ്ക്കാം. ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ മെമ്മറിക്ക് അകത്ത് വരുന്ന ഫ്രാഗ്മെന്റേഷൻ ആണ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അൺഈക്വൽ ആയിട്ടുള്ള പാർട്ടീഷൻസ് അൺഈക്വൽ സൈസ് പാർട്ടീഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ അൺഈക്വൽ സൈസ് പാർട്ടീഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ വിത്ത് ദിസ് വി വിൽ വൈൻഡ് അപ്പ്. താങ്ക് യു.